ആക്രമണം. ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. IPC 354. ഇത്രയും വലിയ സംഭവമാണ് ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല്. നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയറൊന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബഹളുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറെന്ത് പഴിച്ച്? പോരാത്തതിന് ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെ ഇട്ടു. സംശയിക്കാൻ അത് പോരെ? ഒരു കണക്കിന് അവര് വന്ന നന്നായി. എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ. ഇവിടെ ഒരുത്തിന് സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാം. അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ. കേസ് അകമ്പുറം മറിയും. വാദി പ്രതിയാകും. പ്രജറി സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193. നിരോഷ അഴിയെണ്ണും. സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോയിന്നൻകുട്ടി ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. കോളനിക്കാരിടയിൽ ഞാൻ കോട്ടും തൂക്കിയിട്ട് തലങ്ങും വെലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടനാണോ ഒന്ന് കാണിച്ചു കൊടുക്കണം. യശോദൊന്ന് ഞെട്ടട്ടെ. സാറേ, എന്താടോ ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ, 4 പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഏതോ കേസിന്റെ കാര്യത്തിന്. ഹലോ, നിന്നെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്നെ ചതിക്കൂടാ. അയ്യേ, ഡോണ്ട് ബി സില്ലി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിവാഹത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുന്നു. ഞാനൊരു പൊട്ടിയൊന്നുമല്ല. ഇതാണ് ഈ ആണും പെണ്ണുമായിട്ടുള്ള വ്യത്യാസം. നിങ്ങൾ പെണ്ണുങ്ങൾ വെറുതെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെയല്ല. വെരി പ്രാക്ടിക്കൽ. നിന്നെ കൊണ്ടുപോയി വാടക വീട്ടിൽ കിടത്താനോ പട്ടിണിക്കിടാനോ ഞാൻ തയ്യാറല്ല. പൊറുപ്പിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് ഒരു രാജ്ഞിയെ പോലെ. വിൽഫ്രഡ് മഹാരാജാവ് എന്താ ഇപ്പൊ പിച്ചക്കാരനാണോ? ഏയ് കമോൺ നിരോഷ. ബിസിനസ്സിൽ പമ്പ് ചെയ്ത കോടികൾ അത് ഉടനെ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? എനിക്കിപ്പോ ഈ ദുബായ് പ്രോജക്റ്റിന് അത്യാവശ്യമായിട്ട് 50 ലക്ഷം രൂപ വേണം. അതർവൈസ് ഐ വിൽ ലൂസ് ദ എമൗണ്ട് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഇൻവെസ്റ്റഡ്. ഇതൊക്കെ നീ എന്നോട് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ദിവസവും ബാങ്കിൽ കോടികളിട്ട് അമ്മാനമാടുന്നവളല്ലേ നീ. അതിൽ നിന്ന് കുറച്ച് കാശ് എനിക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചൂടെ? എന്ന് വെച്ചാ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്റെ 2 കോടി നഷ്ടപ്പെടാതിരിക്കാൻ 2 മാസത്തിനകം തിരിച്ചെടുത്ത് തരാം, മുതലും പലിശയും ചേർത്ത്. ഡോണ്ട് യു ബിലീവ് മീ? പോടാ അവിടുന്ന്. ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് യു മേക്ക് ഇറ്റ് സീം. ഗോവിന്ദൻ കുട്ടിയെ വില്ലിക്ക് അറിയാഞ്ഞിട്ടാ. പിന്നെ അയാൾ ദിവസം ലോക്കറി കയറി കാശ് എണ്ണി നോക്കാൻ പോവല്ലേ. നീ കണക്കുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെച്ചാൽ മതി. അയാൾ കമ്പ്യൂട്ടറിനെ വിശ്വസിച്ചിരുന്നു. എന്നാലും നീ എന്നെ കൊണ്ട് എന്തൊക്കെയാടാ ചെയ്യിക്കുന്നേ? നീ ഞാനും മാത്രമുള്ള ഒരു ലോകം. നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് നാളെത്രയാണ്. നമുക്കൊരുമിച്ച് ജീവിക്കണ്ടോ? വേണം. നിന്നെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അയ്യോ, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയെ പീഡിപ്പിക്കാന്നൊക്കെ വെച്ചാല് ഇയാൾ ഇത്ര ചീപ്പാണെന്ന് ഞങ്ങള് വിചാരിച്ചില്ല. എനിക്കിപ്പോ ഇത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അവസരം കിട്ടിയ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നാലും എന്റെ മഞ്ജു, ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മഞ്ജുവിനെ പോലൊരു ഭാര്യ ഇതെങ്ങനെ സഹിക്കുന്നു? അതെ അതെ, ഇവളെ പോലെ ഇത്ര അടക്കൊതുക്കുള്ള ഒരു കുട്ടി വേറെ ഉണ്ടോ നമ്മുടെ ഈ കോളനിയില്? എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. ഗോവിന്ദൻകുട്ടി പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല ഇവൾക്ക്. ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ടെന്ത്? അയാളുടെ ഒരു കൊച്ചിനെ ഇവള് പെറ്റുപോയില്ലേ. ഞാനാണ് ഇവളുടെ സ്ഥാനത്തെങ്കിൽ ആ സെക്കൻഡിൽ ബന്ധം ഉപേക്ഷിച്ചേനെ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഞാൻ നോക്കിയിട്ടിപ്പോ ഈ പ്രശ്നത്തിന് ഒരേ ഒരു പോംവഴിയുള്ളൂ. മഞ്ജു സ്വന്തം കാലിൽ നിൽക്കുക. അതിന് മഞ്ജുവിനൊരു ജോലി വേണം. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് ജോലി കിട്ടാനാണോ പ്രയാസം? എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. നോക്കു മഞ്ജു, നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്തു തുടങ്ങിയ പിന്നെ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. നാണം കെട്ട് നമ്മൾ ഇവന്മാരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടുമ്പോഴാ നമുക്ക് വോയിസ് ഇല്ലാതാവുന്നത്.
ഇന്ന് മുതൽ മഞ്ജുന്റെ ജോലിക്കാര്യം, സുരക്ഷിതത്വം ഇതെല്ലാം മഞ്ജുന്റെ മാത്രം വിഷയമല്ല, ഞങ്ങളുടെ കൂട്ടായ വിഷയമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മഞ്ജു ഈ മെമ്പർഷിപ്പ് ഫോമിൽ ഒന്ന് ഒപ്പിട്ടേ. ആലോചിക്കാനൊന്നും ഇല്ല മഞ്ജു, ഒപ്പിട്ടോളൂ പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ്. മഞ്ജു, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടി. ഞാനൊരു പഴഞ്ചൻ, എന്റെ കാഴ്ചപ്പാടുകളും പഴഞ്ചൻ. നീയാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. ഒന്നോർത്താൽ ഞങ്ങൾ ആണുങ്ങളൊക്കെ വെറും സ്വാർത്ഥര. പെണ്ണൊരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നാൽ അവൾ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറം അവളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഞങ്ങൾ ആരും ശ്രമിക്കാറില്ല. 10-20 വർഷം ഓടി നടന്ന മണ്ണ് തറയിലും തലയിലും വെക്കാതെ വളർത്തിയ അച്ഛനമ്മമാര് എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു വീട്ടിലേക്ക്. മകളുടെ വിരഹം ആ അച്ഛനമ്മമാരെ എന്തുമാത്രം വിഷമിപ്പിച്ചു കാണും. വയസ്സുകാലത്ത് തുണയില്ലാതായ അവരെക്കുറിച്ച് ഓർത്ത് നീ എന്തുമാത്രം നൊമ്പരപ്പെട്ട് കാണും. അതിനും പുറമെയാണ് എന്റെ അപ്പനെയും അമ്മയും കൂടെ ഞാൻ നിന്റെ ചുമലിൽ വെച്ച് തന്നത്. അതൊക്കെ നാട്ടു നടപ്പല്ലേ? അയ്യേ, അതൊക്കെ തെറ്റായ നടപ്പല്ലേ. നമുക്കൊന്ന് മാറി നടക്കാം. എന്താ? നമ്മൾ ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ പോകുന്നു. മാസത്തിൽ 15 ദിവസം ഭാര്യ വീട്ടില്. അച്ഛനും അമ്മയും പരിചരിക്കാനും അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനും ഒക്കെ നിനക്കൊരവസരം. അവിടുന്ന് ആവുമ്പോ നിനക്ക് ഓഫീസിൽ പോകാനൊക്കെ എളുപ്പമാണല്ലോ. അത് കുട്ടിയേട്ടന് ദൂരം ആവില്ലേ? അതൊന്നും പ്രശ്നമില്ല. എന്റെ കാര്യമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ കുറച്ച് ലീവും കിടപ്പുണ്ടല്ലോ. അപ്പൂന്റെ കാര്യം? അവനിവിടെ സേഫാ. വീക്കെൻഡിലെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ വണ്ടിയുള്ളതുകൊണ്ട് നിനക്കും വരാലോ. അപ്പൊ സമയം കളയണ്ട. വേഗായിക്കോ. ശരി.